ദൈവം നമ്മെ ഉയർത്തിയാൽ ഉയർത്തിയാണ്, ദൈവം മാനിച്ചാൽ മാനിക്കപ്പെടും. സ്തോത്രം. ഞാൻ ദൈവത്താൽ മാനിക്കപ്പെടുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ആഗ്രഹിക്കാനുള്ള ഒരേ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചത് ഇതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എവിടെ ചെന്നാലും ഈ ബൈബിൾ പൊക്കി ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ എനിക്കിടയാക്കി. കഴിഞ്ഞ 6 മാസം ഇവിടെയായിരുന്നെങ്കിലും 6 മാസത്തിൽ ഒരു ഞായറാഴ്ചയാണ് ദൈവത്തെ സാക്ഷിപ്പാൻ ലഭിച്ചത്. നമ്മുടെ 800 കുടുംബങ്ങളുള്ള സഭയിലാണ് നിങ്ങളും ആരാധിക്കുന്നത്. ഇവിടെ സാക്ഷി പറയുന്ന സമയമില്ല. എന്നാൽ പ്രത്യേകം ഇവിടെ പോരുന്നതിൻ്റെ തലേ ഞായറാഴ്ച ആദ്യം പറഞ്ഞു, പിന്നെ ടി കെ തോമസും ലീലാമ തോമസും കടന്നു വന്ന് പിന്നെ ദൈവത്തിലേക്ക് സാക്ഷി പറഞ്ഞത്. അപ്പം മോള് പറഞ്ഞു, ഉപ്പാക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ടാവുന്നത് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞ് യുവരാജൻ ആ ഞായറാഴ്ച ഞങ്ങളെ മുന്നിൽ വിളിച്ചു നിർത്തി സാക്ഷി പറയാൻ ഇവരെയാക്കി. അന്ന് അവിടെ പ്രസ്താവിച്ചത് ഈ വചനമാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദങ്ങൾക്ക് സമാധാനം. നമ്മുടെ ദൈവം അത്യുന്നതനാണ്. എന്നെ സന്തോഷിപ്പിച്ച വാക്കിയതാണ്. ദൈവത്തെ സൂക്ഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പുതുക്കമുണ്ടാകണം, പുതുമ പ്രാപിക്കണം, പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരണം, പുതുതായി പ്രവർത്തിക്കണം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം എൻ്റെ 3-ാമത്തെ വാക്യം വായിച്ചു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. സ്തോത്രം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദിവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. എൻ്റെ കൊച്ചുമോഹനെ ഇന്ന് പകൽക്കാലം ദൈവം അവന് ഭാഗ്യം കൊടുത്തു. അയ്യാ, എനിക്ക് സന്തോഷിക്കുന്ന കാരണമുണ്ട്. പിന്നെ 12-ാമത്തെ വയസ്സിൽ ദൈവം അവനെ കർത്താവിന് കൽപ്പന അനുസരിപ്പാൻ, ഇതിന് പ്രകാരം ജീവിപ്പാൻ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് അവന് പ്രസാദം തോന്നി. ദൈവം അവനെ ഒരുക്കി. അതിന് മുമ്പേ 18 വയസ്സായതിനു മുമ്പേ അവന് റൈക്ക് പഠിച്ച് ലൈസൻസ് എടുക്കാൻ കൃപ നൽകി. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ദേശത്തൊക്കെ കടന്നു വരാനും പോകുവാനും ഇടയാക്കി. എന്നാൽ അവൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തുടർന്നുള്ളവൻ്റെ ഭാവി നീ ആയിരിക്കണം. കർത്താവിനെ പ്രയോജനമുണ്ടാക്കണം എൻ്റെ ആഗ്രഹം. ഈ കറുത്ത ബൈബിള് അവരും എടുക്കണം. അതാണ് ഇത് നമുക്ക് ഏറ്റവും അനുഗ്രഹവും നന്മയും തലമുറയായി നമ്മളെ അനുഗ്രഹിക്കുന്നതായ ഒരു ഗ്രന്ഥമാണ് ഈ സുവിശേഷം. ഈ സുവിശേഷത്തിൽ 66 അധ്യായമുള്ള ഈ സുവിശേഷം നമ്മൾക്ക് ഓരോ കുടുംബത്തിനും ഏറ്റവും പുതുക്കമുണ്ടാക്കുന്നതാണ്. അധിക അനുഗ്രഹം പ്രാപിക്കുന്നതാണ്. എവനാണല്ലോ തങ്ങൾക്ക് പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ വിത്തക്കണം, നിന്റെ വായിക്ക് നന്മ കൊണ്ട് നിറയ്ക്കും. നമ്മുടെ ദൈവം നമ്മളെ നിറയ്ക്കും ദൈവം. ഞാൻ ഇവിടുത്തെ സന്തോഷമല്ല, ഇതിനപ്പുറത്തായി നമുക്കൊരു സന്തോഷമുണ്ട്, ഒരു നിത്യഭവനമുണ്ട്, നിത്യവീടുണ്ട്. ഞാൻ പോയതൊക്കെയും പറഞ്ഞു അനേക തലങ്ങളിൽ കടന്നുപോയി ഇടയാക്കി. എഴുത്തൊരാഗ്രഹമായിരുന്നു നേതാക്കളെ വെള്ളച്ചാട്ടം കാണുമെന്ന്. അതും കാണുമെന്ന് ഇടയാക്കി. ഇവർ ചോദിക്കുന്നു, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളോടൊപ്പം കടന്നുപോയി അത് കാണുവാനും അതിൽ നദിയിൽ പോയി കടപ്പാനും ഇടയാക്കി. ദൈവം ഒരുക്കുന്ന വഴികൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? പുതുതായി ജയിക്കണം. നിക്കോദീമോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ആത്മാവിനായും വെള്ളത്താൽ നേരിട്ടില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് നമുക്കുള്ളതായ ഈ വചനം നാം ഏറ്റെടുത്ത് വരുംകാലം നാം എല്ലാം ഓരോ ദിവസവും നാം പുതുക്കം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് അതിന് ഞങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് പുതുക്കം പ്രാപിക്കണം, എത്രയാക്കണം. വിഷയപ്രകടനത്തിൽ എന്ത് പറയുന്നു? 61 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, പ്രകാശം വന്നിരിക്കുന്നു, ഞങ്ങളുടെ ദേശത്തും വിധിച്ചിരിക്കുന്നു. കാലം പൈതലിന് മേൽ ദൈവത്തിൻ്റെ പ്രകാശവും ഇതിൽ ദേശത്തും ദൈവം ദിനം പ്രതി അതിനായിട്ട് ഒരുക്കി പ്രകാശിക്കട്ടെ. കൂട്ടുകാർ പരമായി ദൈവവനെ ആനന്ദം കൊണ്ട് അഭിഷേകം ചെയ്യുമാറാകട്ടെ. തത്വം അവൻ്റെ കൂട്ടുകാരായി പലരും ഇവിടെ കടന്നിട്ടുണ്ട്. തത്വം ഈ യൗവനകാലത്ത് ഈ യൗവനത്തിൽ അനേക കൂട്ടുകാരെ സ്നേഹിപ്പാനിടയാക്കി. ഇവരെ നമുക്കതേ ഇവർ കൊണ്ടുപോകാനുള്ളൂ. ആ യൗവനക്കാർ പലരും
തല്ലുകളവരാണ് എങ്കിൽ ഇന്നത്തെ പകൽക്കാലം അവൻ്റെ ഈ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം അവർക്ക് ഇടയാക്കി. അതോർത്ത് അതുകൊണ്ട് ഈ സുവിശേഷമാണ് ഇതിനെല്ലാം കാരണം ഈ സുവിശേഷം എടുപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 1954 ഈ കർത്താവിനെ ജൽദി സാക്ഷിപ്പാൻ എനിക്കാക്കി. ഒരു പോഷനെ പോലെ നടന്നവൻ ഈ പാട്ടിക്കുന്നുണ്ട്. ലോകത്തിന് സൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായിട്ടോ ഞാനും ദൈവത്തിന് സൃഷ്ടിയിൽ എന്നും ശ്രേഷ്ഠ ലോകത്തിന് സൃഷ്ടിയിൽ ഒരു പോഷനായിട്ടോ ഞാനും ദൈവത്തിൻ സൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളത്. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളത്. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടി. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടി. സകല ഭയത്തെയും മാറ്റി നമ്മളെ രക്ഷിക്കുന്ന നാമമാണ് കർത്താവ് നാമം. പുതുക്കുന്ന നാമമാണ്. മുന്തിരിവള്ളിയുടെ കൊമ്പ് മുറിച്ചാൽ അടുത്ത മുന്തിരിവള്ളി കൊമ്പിൽ മുന്തിരിവള്ളി അത് പടർന്നു പിടിക്കുന്ന പോലെ ഞാൻ കർത്താവിൽ ഓരോ ദിവസവും ഓരോ മുന്തിരിവള്ളിയായി വളർന്ന് പന്തരിക്കുന്ന യോസേപ്പ് വളർന്നു. അത് മരുന്നിന്മേൽ വളർന്നു. ഇല്ലാതെ ഒരുമിച്ച് വെച്ചു. എങ്കിലും അവൻ്റെ വില്ല് ഉറപ്പോട് കൂടെ നിന്നു. മകനെ ഉറപ്പോട് കൂടെ നിൽക്കണം. പത്രം അപ്പം എന്ത് പ്രതികൾ വന്നാലും ഉറപ്പോട് നിൽക്കണം. പ്രതികളും വരും, പ്രശ്നങ്ങൾ വരും, ആടിക്കുഴയുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ മുന്തിരിവള്ളി പോലെ ഉറച്ചു നിന്ന് യോസേപ്പിനെ പോലെ പ്രതികൾ മധ്യത്തിൽ കർത്താവ് ഉറച്ചു നിന്ന് ലഭിച്ച ദൈവത്തിൻ്റെ കൃപ കെട്ടണം. ഓരോ ദിവസവും ആ കൃപ വർദ്ധിപ്പിക്കണം. 40 സംഖ്യത്തിൽ 1-ാമത്തെ വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, നിങ്ങൾക്ക് ചാഞ്ഞു എന്നോട് കേട്ടു. എൻ്റെ കാലിലെ പാടവൻ നിർത്തി എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു. എപ്പോഴും കർത്താവ് പുതിയ പാട്ട് പാടുവാൻ കർത്താവ് മോനെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വെച്ചുകൊണ്ട് ചെന്ന ദൈവത്തിനോടും ദൈവസഭയോടും നന്ദി പറഞ്ഞുകൊണ്ട് ജനതി സാക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷികൾക്കായി ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ